അതേപടി നടത്തുമോ അതല്ല സർക്കാരിന്റെ ചർച്ച വരെ കാത്തിരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അർജുന. ശരി, സ്കൂൾ സമയമാറ്റ വിവാദത്തിൽ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ സമസ്ത കോഴിക്കോട് ഇന്ന് 11 മണിയോടെ നേതൃയോഗം ചേരും. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. നിമിഷപ്രിയ കേസിൽ ചർച്ചകൾ അനുകൂലമെന്ന സൂചന നൽകി ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ച യമൻ സമയം രാവിലെ 10-ന് പുനരാരംഭിക്കും. കുടുംബത്തെ അനുനയിപ്പിക്കുന്നതോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ചയ്ക്കും ശ്രമം നടത്തും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്ന് 12 മണിയോടെ കുടുംബവുമായി ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. അർജുന, യമൻ സമയം രാവിലെ 10 മണി, ഇന്ത്യൻ സമയം രാവിലെ 12 മണിയോടുകൂടിയാണ് ഇന്നത്തെ ചർച്ചകൾ ആരംഭിക്കുന്നത്. അതിനിടെയുള്ള ചില ആശയവിനിമയങ്ങൾ, ഫോണിലൂടെയും മറ്റുമുള്ള ആശയവിനിമയങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്, പ്രത്യേകിച്ച് ഈ AP സുന്നി വിഭാഗത്തിന്റെ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാര്യങ്ങൾ എന്നുള്ളതാണ് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ അനുയായികൾ വ്യക്തമാക്കുന്നത്. അവരുടെ പ്രതിനിധികൾ, അതായത് പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് അതാണ്. സ്വാഭാവികമായും നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി, ഈ തലാലിന്റെ കുടുംബം കഴിയുന്ന ഇടം എന്ന് പറയുന്നത്, അവരുടെ ഗോത്രം എന്ന് പറയുന്നത് വളരെ ഈ ഗോത്രവർഗ വികാരം വല്ലാതെ ഉള്ള ആളുകളാണ്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് ഭരണതലത്തിൽ ഇടപെടൽ നടത്തിയാൽ ആ വൈകാരികത മാറ്റാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഒരു ആത്മീയാചാര്യൻ എന്ന രീതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ യമനിലെ സൂഫി വര്യനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി ചർച്ച നടത്തുകയും അദ്ദേഹം ഇതിൽ ഇടപെടണമെന്നുള്ള അഭ്യർത്ഥന നടത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഇന്നലെ മുതൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. അത് പോസിറ്റീവാണ് എന്ന രീതിയിലാണ്. സ്വാഭാവികമായും ഒരു ആത്മീയാചാര്യൻ വഴി നടക്കുന്ന ചർച്ചയായതുകൊണ്ട് തന്നെ ഗോത്രവർഗങ്ങൾക്ക് ഗോത്രവർഗ വൈകാരികത സംബന്ധിച്ച വിഷയത്തിൽ ഒരു ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. തലാലിന്റെ കുടുംബവും നേരത്തെ ഉണ്ടായിരുന്ന കടുത്ത നിലപാടിൽ നിന്നും, നിമിഷപ്രിയക്കെതിരെ ഉണ്ടായിരുന്ന കടുത്ത നിലപാടിൽ നിന്നും ഒരു അയഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ ദിയാദനം കിട്ടിയോ അല്ലെങ്കിൽ നിരുപാധികമായോ ഇവർ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സാധാരണയായി ഇസ്ലാമിക രാജ്യങ്ങളിലെ ശരീഅത്ത് കോടതികളുടെ നിയമപ്രകാരം ഒരാളെ കൊന്നുകഴിഞ്ഞാൽ, ഒരു വ്യക്തി ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ആ പ്രതിക്ക് വധശിക്ഷയാണ് നൽകുന്നത്. അല്ലെങ്കിൽ ആ വധശിക്ഷ അല്ലെങ്കിൽ നൽകേണ്ടത് ഈ കുടുംബമാണ് പിന്നീട് മാപ്പ് നൽകേണ്ടത്. വധശിക്ഷ എന്നുള്ളതാണ് കോടതിക്ക് തീരുമാനിക്കാവുന്നത്. അതിൽ കുറഞ്ഞൊരു ശിക്ഷ കോടതിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ഈ പ്രതിക്ക് മാപ്പ് നൽകണം. ഒന്നുകിൽ നിരുപാധികമായി നൽകണം, അല്ലെങ്കിൽ ഇവരെ ആവശ്യപ്പെടുന്ന ദിയാദനം നൽകിക്കൊണ്ട് ആ ദിയാദനത്തിന് ആനുപാതികമായിട്ടുള്ള രീതിയിലേക്ക് മാപ്പ് നൽകണം. അങ്ങനെ മാത്രമേ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റൂ. വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു കഴിഞ്ഞാൽ ശിക്ഷാ കാലാവധി, തുടർന്നുള്ള തടവ് ശിക്ഷാ കാലാവധി എത്രയാണ് എന്നുള്ളത് കോടതിക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. നിലവിൽ ഈ ദിയാദനം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നിരുപാധികമായോ തലാലിന്റെ ശിക്ഷയിലേക്കുള്ള മോചനമാണ് ഇപ്പോൾ, അതിനുള്ള ഒരു കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു കാര്യം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികളോട് ഒരു അഭ്യർത്ഥന കൂടി നടത്തിയിരിക്കുന്നു. അതായത് നിമിഷപ്രിയയുടെ നാളത്തേക്കുള്ള ശിക്ഷാ നടപടികൾ അത് നീട്ടിവെക്കാനുള്ളൊരു ശ്രമം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോട് യമൻ ഭരണകൂടം അനുകൂലമായാണ് പ്രതികരിച്ചത് എന്ന വിവരമാണ് നോർത്ത് യമനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു കാലാവധി നീട്ടിക്കിട്ടുന്ന വേളയിൽ തലാലിന്റെ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ ശിക്ഷാ കാലാവധി നീട്ടിക്കിട്ടുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് അറ്റോർണി ജനറലുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നത്. അത് ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ തന്നെയാണ് യമനിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ചർച്ചകൾ പോസിറ്റീവാണ്. ഈ ചർച്ചകളുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ചർച്ചയെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടില്ല എന്നുള്ളത് തന്നെയാണ് കാന്തപുരവുമായി ബന്ധപ്പെട്ട വിഭാഗവും അല്ലെങ്കിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ ഇവരെയും അറിയിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ നിമിഷപ്രിയ ഫോറം
ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചിരുന്നു. അവർ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇത് സംബന്ധിച്ച ചർച്ചകളുടെ ഒരു ഡീറ്റെയിൽസും ഇപ്പോൾ പുറത്തുവിടുന്നത് ഉചിതമല്ല. പക്ഷേ കാര്യങ്ങൾ പോസിറ്റീവാണ്, സുഖകരമായി ഉറങ്ങാൻ കഴിയും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നിനി ആ ചർച്ച പുനരാരംഭിക്കുന്നത് ഇന്ത്യൻ സമയം 12 മണിയോടുകൂടി, യമൻ സമയം രാവിലെ 10 മണിയോടുകൂടിയാണ്. ആ ചർച്ച പുനരാരംഭിക്കുന്നതോടുകൂടി ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അർജുന, വളരെ സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റിയാസ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നിലവിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചർച്ചയിൽ താൽക്കാലികമായി നീട്ടിവച്ചിരിക്കുകയാണ്. അത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. നിലവിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ച യമൻ സമയം രാവിലെ 10-നും ഇന്ത്യൻ സമയം 12 മണിക്കും ആരംഭിക്കും. ആ ചർച്ചയിൽ കൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ സേവ് നിമിഷപ്രിയ ഫോറത്തിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടപ്പിലാകുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിൽ കുടുംബത്തെ അനുനയിപ്പിക്കാവുന്നതോടൊപ്പം അറ്റോർണി ജനറലുമായി കൂടിക്കാഴ്ചയും ശ്രമം നടത്തും. വിശദമായ വിവരങ്ങൾ നൽകിയത് റിയാസ് KM ആണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചത് വെൺപകൽ സ്വദേശി സുനിൽകുമാർ. മകൻ സിജോയ് സാമുവൽ പോലീസ് കസ്റ്റഡിയിലാണ്. പ്രധാനപ്പെട്ട വാർത്തയാണ്. ഹൈദരാബാദിൽ CPI നേതാവിനെ വെടിവെച്ചു കൊന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗമായ ചന്തു റത്തോഡാണ് കൊല്ലപ്പെട്ടത്. മലക്പേട്ടിൽ രാവിലെയാണ് സംഭവം. വെളുത്ത സ്വിഫ്റ്റ് കാറിലെത്തിയ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു. മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ ശേഷമായിരുന്നു ആക്രമണം. രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹൈദരാബാദിലാണ് CPI നേതാവിനെ വെടിവെച്ചു കൊന്നത്. CPI സംസ്ഥാന കൗൺസിൽ അംഗമായ ചന്തു റാത്തോഡാണ് കൊല്ലപ്പെട്ടത്. മലക്പേട്ടിൽ രാവിലെയാണ് ദാരുണമായ സംഭവം നടന്നത്. വെളുത്ത സ്വിഫ്റ്റ് കാറിലെത്തിയ അക്രമി സംഘം